എത്ര വെറൈറ്റി ആയിട്ടുണ്ടായി കഴിച്ചാലും പിന്നെയും കഴിക്കണമെന്ന് തോന്നുന്ന വിഭവങ്ങളാണ് ചിക്കൻ്റെതെല്ലാം. ചിക്കൻ കറിയൊക്കെ നമ്മൾ വളരെ ടേസ്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ വെല്ലാനായിട്ട് വേറെ കറികളൊന്നുമില്ല. സോ ഗെയ്സ്, ഇറ്റ് മീ ശ്രീ, വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. ഇന്നത്തെ എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സീക്രട്ട് റെസിപ്പിയാണ്. വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി ചെയ്യുന്നൊരു മെത്തേഡ്. ചിക്കൻ കറി നിങ്ങൾ എപ്പോഴേലും ചെയ്ത് ഫെയിലിയർ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നതിലൂടെ തന്നെ മാറി കിട്ടും. ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന് മസാല തയ്യാറാക്കി എടുക്കാം. ഇതിനൊരു സ്പെഷ്യൽ മസാലക്കൂട്ടാണുള്ളത്. അപ്പോൾ ആ മസാലക്കൂട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായതിലോട്ടേക്ക് ഒരു 4 ചീള് കറുവാപ്പട്ട ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നാടൻ കറുവാപ്പട്ടയാണ്. ഒപ്പം 4 ഏലക്കയും. ഈ കറുവാപ്പട്ട ഞാൻ ഇവിടുന്ന് ചീക എടുത്തതാണ്. വളരെ നൈസാണ്, നോക്കിയാൽ കാണാൻ പറ്റും. കടകളിൽ നിങ്ങൾ വാങ്ങിക്കുന്ന പട്ട അല്ലെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ആ കിട്ടുന്ന സാധനം, അത് ആക്ച്വലി ഇത് കറുവാപ്പട്ടയല്ല, സിയോണ എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ തൊലിയാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് ടേസ്റ്റും ഫ്ലേവറും വേറെതാണ്. 4 തക്കോലം, പിന്നെ 5 ഗ്രാമ്പു. ഇത്രയാണ് നമ്മുടെ മസാലക്കൂട്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് ആദ്യം തന്നെ പൊടിച്ച് മാറ്റി വെക്കണം. ഈ മസാലക്കൂട്ട് കുറച്ച് വേണം കൂടുതലുണ്ടാക്കി വേണം നിങ്ങൾക്ക് കറികൾക്കായിട്ട് മാറ്റി വെക്കാം. ഇതാണ് എൻ്റെ എല്ലാ ചിക്കൻ കറികളുടെയും മസാല. അടുത്തത് 2 കിലോ ചിക്കൻ അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണിത്. എല്ലോട് കൂടിയ ചിക്കൻ, ഫുൾ ചിക്കൻ പീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലോട്ടേക്ക് അത്യാവശ്യമുള്ള ഉപ്പ് പുരട്ടി കൊടുക്കുക. ശേഷം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ കറിക്ക് 2 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് അരപ്പ് പുരട്ടി മാറിനേറ്റ് ചെയ്ത് വെച്ച് ആ ചിക്കൻ്റെ പീസുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് എണ്ണ വറുത്തെടുക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഗ്രേവി തയ്യാറാക്കി അതിലോട്ടേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് 2 ടീസ്പൂൺ. കുരുമുളക് ചതച്ചതോ പൊടിച്ചതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് മാറിനേഷനുള്ള മസാലകൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത് ചേർക്കേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ്. ഇപ്പം നിങ്ങൾ ഈ എടുക്കുന്ന മസാലപ്പൊടിക്ക് അത് നോർമലി ഞാൻ പറഞ്ഞ ആ മെഷർമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് പൊടിച്ച് വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ മസാല ഉണ്ടാവും. കറക്റ്റ് അതിൽ നിന്ന് 3/4 ടേബിൾ സ്പൂൺ മസാല നമുക്ക് മാറിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ബാക്കി 1/4 ടേബിൾ സ്പൂൺ മസാല എടുത്ത് മാറ്റി വെക്കുക. അത് നമുക്ക് കറി ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇത്രയാണ് മാറിനേഷനുള്ള സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്കെല്ലാം ഇത് പിടിക്കുന്ന രീതിയിൽ പുരട്ടി ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ രാത്രി മാറ്റി വെക്കുക. ഇനി ചിക്കൻ കറിക്ക് വേണ്ടി സവോളയും തക്കാളിയും നമുക്ക് ആവശ്യമുണ്ട്. അതിന് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ ഇതിന് നല്ലൊരു പ്രഷർ കുക്കറാണ് വേണ്ടത്. നിങ്ങൾ പാത്രങ്ങൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ആവില്ല. 4 മീഡിയം സൈസ് സവോള എടുത്തിരിക്കുന്ന, വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം. കാരണം സവോളയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നോർമലി ചിക്കൻ കറിക്ക് കുറച്ച് മധുരം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മധുരം കൂടുതലാണ്, ഗ്രേവി കൂടുതൽ വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കൂടുതൽ സവോള ഇടാവുള്ളൂ. ഏത് പരുവത്ത് വേണം കഷ്ണം ഇതാക്കി തന്നെ ചേർത്ത് കൊടുക്കാം. 2 തക്കാളി, ഞാനൊരു ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത്, അത്യാവശ്യം ചെറിയ പുളിയുള്ളത്. തക്കാളിയുടെ അളവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ 1 തക്കാളി മാത്രം എടുക്കുക. 2 ചെറിയ തക്കാളിയും കൂടെ അത്യാവശ്യം ചെറിയ വലിപ്പം, ഏത് വലിപ്പത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇത് കുക്കറിനകത്ത് നമ്മൾ വേവിച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കിടന്ന് വെന്ത് അലിഞ്ഞ് വന്നോളും. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഒരു 3 വിസിലാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അങ്ങനെ കുഴഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വേവിച്ച് അതിനകത്ത് വെള്ളം ഏറെക്കുറെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ സമയം ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന അത്രയും ഡീപ്പ് ഫ്രൈ അല്ല ഇത്. ഷാലോ ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഷാലോ ഫ്രൈക്ക് നമ്മൾ ഇത്ര എണ്ണ ചേർക്കാറില്ല. ചെറുതായിട്ട് ചിക്കൻ ഒന്ന് ആകെ ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ, ചിക്കൻ്റെ മാംസത്തിന് കുറച്ച് കട്ടി ഉണ്ടാകുന്ന രീതിയിൽ, എന്നാൽ ഒത്തിരി ഡ്രൈ ആയി പോകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ മീഡിയം ഫ്ലെയിമിനകത്ത്, അതായത് ഇത് വേവിക്കുമ്പോഴത്തേക്ക് ഇതിനൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നമ്മൾ 2 സൈഡും തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റും. അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഈ കണക്കിലായിരിക്കണം നിങ്ങൾ വേവിക്കേണ്ടത്. ഒരു കണക്ക് കൂടുതലായി പോയി കഴിഞ്ഞാൽ ചിക്കൻ്റെ മാംസം ഡ്രൈ ആകുക, നമ്മളത് വേവിക്കാൻ നേരത്തിട്ട് ഭയങ്കര കട്ടി നമുക്കുണ്ടാകുകയും ചെയ്യും.
അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മാംസത്തിന് അത്ര നമുക്ക് സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് നമ്മളിത് വറുത്തെടുക്കുന്ന ചിക്കന് ടേസ്റ്റ് കൂടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ഈ മസാല പുരട്ടി ഈ ചിക്കൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. അങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് ഇതിലേക്ക് ആ മസാലയും എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക്. അതൊരു ടിപ്പാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഫുള്ള് ചിക്കനെല്ലാം മൊത്തം തന്നെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ചെറിയൊരു വറവേ ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചിക്കൻ കറിക്കുള്ള ഗ്രേവി തയ്യാറാക്കുക. അതിനുവേണ്ടി ഞാൻ ആ എണ്ണ തന്നെ എടുത്തിരിക്കുന്നത്, ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളിയെ, 2 പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഈ കറിക്ക് മണ്ടേറ്ററി അല്ല, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു പച്ച മണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട്. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഇത് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിനകത്ത് തന്നെ നിങ്ങളുടെ ഗ്യാസ് ആണ് എന്നുള്ള കാര്യം, നിങ്ങളുടെ ഫ്ലെയിം ആണെന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. 1 മുതൽ 2 ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി വിടുക. പൊടി ഒരു കാരണവശാലും കരിഞ്ഞു പോകില്ല. പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് കളറും കിട്ടത്തില്ല. കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയും കൂടി, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിന് ഇത്രയും ചേർത്തെങ്കിലും വെന്ത് വരാൻ നേരത്ത് ഇത്ര ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഇതിലിങ്ങനെ പീസ് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം, അതായത് തക്കാളിയുടെ സബോളയുടെ. ഇത് നമുക്കൊന്ന് ഇതിനകത്ത് ചേർത്തൊന്ന് വഴറ്റി നല്ല മിക്സിയിൽ അരച്ചൊരു പേസ്റ്റ് പോലെ ആവും. ഇത് കിടന്ന് വഴന്ന് പറഞ്ഞാൽ, അതായത് ഒരു 10 മിനിറ്റ് ടൈം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ ഒരു പേസ്റ്റ് പരുവത്തിൽ ഇത് കാണാൻ പറ്റും. ആ ഒരു പരുവ് ആകുന്നേരത്ത് മാത്രമേ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലോട്ട് ഇത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു കറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഗ്രേവി ഇപ്പം നിങ്ങൾ കാണുമ്പോൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കും. ആ സമയത്ത് എത്ര നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിന് ചാറ് കുറുകി വരും. ഇത് നമുക്ക് റോസ്റ്റായിട്ടും അതുപോലെ തന്നെ ഫ്രൈ ആയിട്ടും ഒക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു മോഡൽ ചിക്കൻ കറിയാണ്. അപ്പം, പുട്ട്, ചോറ് എന്ന് വേണ്ട എല്ലാവരും, ഇവൻ ചക്ക, അതുപോലെ തന്നെ കപ്പ കുഴച്ച് ഇതിനോടൊക്കെ കഴിക്കാൻ പറ്റും ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇപ്പോൾ ഞാനിതിനകത്തോട്ട് അരപ്പ് എല്ലായിടവും പുരട്ടിയിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്ക് ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ടേക്ക് ഞാനൊരു 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം ഒഴിച്ച് മാത്രമേ കറി വേവിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ കറി നന്നായിട്ടൊന്ന് വേകാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഒരു 10 മിനിറ്റ് മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മാക്സിമം. കാരണം ബ്രോയിലർ ചിക്കനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരും. നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 20 മുതൽ 30 മിനിറ്റ് വരെ ചിലപ്പോൾ എടുക്കും. അത് നമുക്ക് നമ്മുടെ ഫ്ലെയിമും അത് കണക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെയും രീതി കണക്കിരിക്കും. ഈ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ നിന്നാണ് ഈ റെസിപ്പി കണ്ടിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയാണ് ഈ റെസിപ്പി. മാത്രമല്ല അവരുടെ ഒരു ട്രേഡ് സീക്രട്ടായിട്ടാണ്, ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, അല്പം വെള്ളം കൂടെ ചേർത്ത്, മിക്സിക്കകത്തായിരുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുത്തേക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് മല്ലിയില വേണം. മല്ലിയില നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് എന്നും പറഞ്ഞ് ഇത്രയും തന്നെ എടുത്ത് ചേർക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഒരു ചെറിയ പിടി, അത് വലിയ നമ്മൾ വാങ്ങിക്കുന്ന അത്രയല്ല, ചെറിയ പിടി മല്ലിയില വളരെ ചെറുതായിട്ട് അരിയണം. സാധാരണ നമ്മൾ കറിയിൽ ചേർക്കുന്നതിനേക്കാളും വളരെ ചെറുതായിട്ടരിഞ്ഞ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുക. പറഞ്ഞുകൊണ്ടിരുന്ന ഈ റെസിപ്പിയുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച റെസിപ്പിയാണ്. ചെയ്ത് നോക്കി ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയ റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഈ റെസിപ്പി കിട്ടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഒരു ഷെയർ ചെയ്തേക്കാമെന്ന് ഓർത്തു. അങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്തെടുത്തിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്. ചിക്കൻ കറി ഉണ്ടാക്കി എപ്പോഴേലും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഫെയിലിയറായി പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ റെസിപ്പി ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ചിക്കൻ കറിയിൽ ഒരു ചെറിയ സ്റ്റാറായി തീരാൻ പറ്റും. മാത്രമല്ല എല്ലാവരും നിങ്ങളോട് തീർച്ചയായിട്ടും റെസിപ്പി ചോദിക്കുകയും കൂടെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
നോക്കി കാണാൻ പറ്റും. ഇതിലോട്ട് ഇനി നമുക്ക് വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല. കറിവേപ്പില അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഈ കറിക്ക് നോർമലി ചേർക്കുന്ന മല്ലിയിലയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, മല്ലിയില ചേർത്താണ് ഈ കറി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു അല്പം കൂടെ മല്ലിയില കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ചും കൂടെ മല്ലിയില വേണം. മല്ലിയില നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർക്കുക. എപ്പോഴെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചിക്കൻ കറി ശരിയായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്ക് തൂണിനാണെങ്കിലും എല്ലാത്തിനും ഒരു കണക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഒന്നുകൂടെ വെച്ച് ഇതൊന്ന് കുറുകി കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റാകും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, വെള്ളം ചേർത്തെങ്കിൽ ഗ്രേവി കയറി നന്നായിട്ട് കയറി കട്ട് ചെയ്യുക വന്നതുണ്ടോ. ഇതാണ് ഈ കറിയുടെ പ്രത്യേകത. സോ ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയ വ്യൂവറാണ് എന്നുണ്ടെങ്കിൽ വില്ലേജ് കറീസ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. പുതിയ വീഡിയോ ആയിട്ട് തൽക്കാലം കാണുന്നതിന് വരെ ഗുഡ് ബൈ.